അസ്സലാമു അലൈക്കും, നമസ്കാരം, വണക്കം. ഞാൻ നിഷാദ് മിമിക്സ് വിവി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നീണ്ട 27 വർഷങ്ങൾക്ക് ശേഷം 1990 ഫെബ്രുവരി 2 അന്നത്തെ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള FW de ക്ലർക്ക് നെൽസൺ മണ്ടേലയെ ജയിൽ മോചിതനാക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചു. ആ ഒരു ദിവസമാണ് ഫെബ്രുവരി 2 എന്നുള്ള ദിവസം. എങ്ങനെയാണ് നെൽസൺ മണ്ടേല 27 വർഷം ഈ ജയിലിലായിപ്പെട്ടത്? നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് നെൽസൺ മണ്ടേലയെക്കുറിച്ചിട്ടുള്ള ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ചെറിയൊരു കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് വിശദീകരിച്ച് പോകാം. ഓക്കെ, നെൽസൺ മണ്ടേലയുടെ ജീവിതയാത്ര എന്ന് പറയുന്നത് വലിയ ഒരു പോരാട്ടത്തിൻ്റെ ഇതിഹാസം തന്നെയായിരുന്നു. 1918 ജൂലൈ 18 ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കേയിലുള്ള മെസ്കോ എന്നുള്ള ഒരു ഗ്രാമത്തിലാണ് നെൽസൺ മണ്ടേല ജനിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നൊരു കിട്ടാത്തൊരു പേരാണ്. റോളിഹ് ലാല മണ്ടേല എന്നായിരുന്നു. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മരക്കൊമ്പൊടിക്കുന്നവൻ അല്ലെങ്കിൽ കുഴപ്പക്കാരൻ എന്നൊക്കെ ഒരു അർത്ഥം വരുന്ന ഒരു പദമാണ് ഈ റോളിഹ് ലാല മണ്ടേല എന്ന് പറയുന്ന ഈ ഒരു വാക്കിൻ്റെ ഒരു അർത്ഥം. അദ്ദേഹത്തിൻ്റെ അധ്യാപികയാണ് ഇദ്ദേഹത്തിന് നെൽസൺ എന്നുള്ള ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നെൽസൺ മണ്ടേലയുടെ പിതാവിൻ്റെ പേരായിരുന്നു തെയിംബു. ഈ തെയിംബു ഗോത്ര രാജാവിൻ്റെ ഉപദേശകനായിട്ടായിരുന്നു തെയിംബു ഉണ്ടായിരുന്നത്. പിന്നീട് നെൽസൺ മണ്ടേലയുടെ 9ാമത്തെ വയസ്സിൽ പിതാവായിട്ടുള്ള ഈ തെയിംബു അന്തരിച്ചു. പിതാവിൻ്റെ മരണശേഷം തെയിംബു ഗോത്രത്തിൻ്റെ ഭരണാധികാരിയായിട്ടുണ്ടായിരുന്ന ജോഗിൻഡ്യാബ ജാലിൻഡെഗ്ബ് ആയിരുന്നു. പറയാൻ കിട്ടാത്ത ഒരു പേരാണ് കേട്ടോ. ജോഗിൻഡ്യാബ ജാലിൻഡെബോയാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണാധികാരിയാണ്. ഇദ്ദേഹത്തെ പിന്നെ ദത്തെടുത്ത് വളർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് നെൽസൺ മണ്ടേലയുടെ വളർച്ച എന്ന് പറയുന്നത് കൊട്ടാര സമാനമായിട്ടുള്ളൊരു വളർച്ച തന്നെയായിരുന്നു. കാരണം ഗോത്രതലവന്മാരുടെ ചരിത്രവും അതുപോലെ തന്നെ അവരുടെ വീരഗാഥവും ഒക്കെ കേട്ട് വളർന്നിട്ടാണ് പിന്നെ ഈ നെൽസൺ മണ്ടേല വളർന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ക്ലാർക്ക്ബറി മിഷനറി സ്കൂളിലും ഹീൽഡ് ടൗണിലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പിന്നീട് ഫോർട്ട് ഹയർ സർവകലാശാലയിൽ ബിരുദ പഠനത്തിന് ചേർന്നെങ്കിലും വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അദ്ദേഹം അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. ജോഹന്നസ്ബർഗിലെ വിറ്റ് വാട്ടർ സ്രാൻഡ് സർവകലാശാലയിൽ അങ്ങനെ ദക്ഷിണാഫ്രിക്കയിലെ ആദ്യത്തെ കറുത്തവർഗക്കാരായ അഭിഭാഷകരിൽപ്പെട്ട ഒരാളായിട്ട് മാറി. ഇനി വിവാഹം. 3 തവണ നെൽസൺ മണ്ടേല വിവാഹം കഴിച്ചിട്ടുണ്ട്. നെൽസൺ മണ്ടേലയുടെ ആദ്യത്തെ ഭാര്യ എവ്ലിൻ മേസ് ആണ്. 1944 ഇവരുടെ വിവാഹം കഴിച്ചത്. പിന്നീട് രാഷ്ട്രീയപരമായിട്ടുള്ള എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് ഇവർ 1958 ഇവർ വിവാഹമോചിതരായിട്ടുണ്ടായി. 1958 2ാമത്തെ വിവാഹം അവർ കഴിച്ചു. വിന്നി മെഡിക്കിസേല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെയായിരുന്നു അന്ന് വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. നെൽസൺ മണ്ടേല ജയിലിലായിരുന്ന സമയത്ത് അവർക്ക് വേണ്ടി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഈ വിന്നിയായിരുന്നു. 1996 ഇവർ തമ്മിൽ വിവാഹമോചിതരായി. 1998 3ാമത്തെ വിവാഹം കഴിച്ചു. ഗ്രാസ മെഷേൽ എന്നായിരുന്നു അവരുടെ പേര്. നെൽസൺ മണ്ടേലയുടെ 80ാമത്തെ ജന്മദിനത്തിലായിരുന്നു ഈ ഒരു വിവാഹം നടന്നിട്ടുണ്ടായിരുന്നത്. മോസാംബിക്ക് മുൻ പ്രസിഡന്റിൻ്റെ വിധവയായ ഗ്രാസയെയായിരുന്നു അന്ന് വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നെൽസൺ മണ്ടേല 27 വർഷത്തോളം ജയിലിലാക്കപ്പെട്ട ഈ ഒരു സംഭവം എങ്ങനെയാണ് ഉണ്ടായത് എന്നത് നമുക്ക് വിശദീകരിക്കാം. നെൽസൺ മണ്ടേലയുടെ ജയിൽവാസവും പിന്നീടുള്ള പോരാട്ടവും ഒരു സിനിമാ കഥ പോലെയാണ്. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അഹിംസയിൽ നിന്നുള്ള ഒരു മാറ്റമാണ്. നമ്മുടെ മഹാത്മാഗാന്ധിയെ പോലെ തന്നെ അഹിംസാ മാർഗത്തിലൂടെയാണ് നെൽസൺ മണ്ടേലയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നത്. 1960 ഷാർപ്പുവിൽ കൂട്ടക്കൊലയിൽ സമാധാനപരമായി പ്രതിഷേധിച്ച 69 കറുത്ത വർഗ്ഗക്കാരെ പോലീസ് അന്ന് വെടിവെച്ച് കൊന്നു. അതോടുകൂടി നെൽസൺ മണ്ടേലയുടെ ചിന്താഗതി തന്നെ മൊത്തം മാറി. അന്ന് അദ്ദേഹം മനസ്സിലാക്കി സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധം ഒരിക്കലും നടക്കില്ലെന്ന്. പിന്നീട് നടന്നത് ഒരു വലിയ പോരാട്ടം തന്നെയായിരുന്നു. ഉങ്കോണ്ടോവി സിസ്ഫെ. 1961 നെൽസൺ മണ്ടേല ഉങ്കോണ്ടോവി സിസ്ഫെ എന്ന് പറയുന്ന ഒരു സായുധ വിഭാഗം രൂപീകരിച്ചു. അങ്ങനെ സർക്കാർ കെട്ടിടങ്ങളും അതുപോലെ തന്നെ വാർത്താവിനിമയ സംവിധാനങ്ങളും ഇദ്ദേഹം എന്ത് ചെയ്തു? ബോംബ് വെച്ച് തകർത്തു. ആസൂത്രിതമായിട്ട് ബോംബ് വെച്ച് തകർത്തു. അങ്ങനെ ഇദ്ദേഹം ഒളിവിന് പോയി വേഷം മാറിയിട്ടാണ് ഇയാൾ നടന്നിട്ടുണ്ടായിരുന്നത്. ആരും അറിയാണ്ട് വേഷം മാറിയിട്ട് ഇയാൾ നടന്നിട്ടുണ്ടായിരുന്നു.
ആ ഒരു സമയത്ത്. അതിനാൽ തന്നെ ഇദ്ദേഹത്തിന് വേറൊരു പേരും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് പിമ്പർണൽ എന്നുള്ളൊരു പേരും കൂടി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അറസ്റ്റ്. ഇനി അറസ്റ്റും റിവോണിയ വിചാരണവും 1962-64 കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അങ്ങനെ 1962 ആഗസ്റ്റ് 5 പിന്നെ എന്ത് ചെയ്ത് ഇയാളെ പിടികൂടി. അതായത് CIA സഹായത്തോടു കൂടിയാണ് ഇയാളെ പിടികൂടി ഉണ്ടായിരുന്നത് കേട്ടോ. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ അനുമതിയില്ലാതെ രാജ്യമുട്ടതിനും പിന്നെ അതുപോലെ തന്നെ വേഷം മാറി നടന്നതിനൊക്കെയാണ് ഇദ്ദേഹത്തെ പിടികൂടി ഉണ്ടായിരുന്നത്. അങ്ങനെ 1964 ജൂൺ 12 ഇദ്ദേഹത്തെ കോടതിയിലേക്ക് എത്തിക്കുകയും അവിടെ നിന്നും കോടതിയിൽ വിധി വിധിക്കുകയും ചെയ്തു. വിധി ഇങ്ങനെയായിരുന്നു, ജീവപര്യന്തം ശിക്ഷിക്കുക എന്നതായിരുന്നു വിധി. പിന്നീട് അവിടുന്ന് 27 വർഷക്കാലത്തോളം അദ്ദേഹം ജയിലിൽ അകപ്പെട്ടു. 27 വർഷത്തിനുള്ളിൽ മൂന്ന് ജയിലുകളിലായിട്ടാണ് അദ്ദേഹം താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ ജയില് 1964-82 കാലഘട്ടം വരെ ഒരു ജയിലുണ്ടായിരുന്നു. റോബൽ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ജയിലിലായിരുന്നു അദ്ദേഹം അകപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വളരെ കഠിനവും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുമേറിയ ഒരു ജയിലായിരുന്നു ആ ജയിൽ. ഒരുപാട് പണിയെടുപ്പിച്ച ഒരു ജയിലായിരുന്നു അത്. കടൽ മധ്യത്തിലുള്ള ഒരു ദ്വീപിലായിരുന്നു അദ്ദേഹത്തെ പാർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ദ്വീപിൽ കരിങ്കൽ ഖനിയിലുള്ള ജോലികൾ ചെയ്യിപ്പിച്ചും കഠിനമായ പണികൾ ചെയ്യിപ്പിച്ചിട്ടുമായിരുന്നു അദ്ദേഹത്തിനെ അവർ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ആ ഒരു വർഷത്തിൽ ഒരു കത്തും ഒരു സന്ദർശകനും മാത്രമേ അനുവദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 1982 മുതൽ 1988 വരെ വേറെ ജയിലായിരുന്നു, രണ്ടാമത്തെ ജയിലായിരുന്നു. പിന്നീട് 1982 മുതൽ 88 വരെയുള്ള കാലഘട്ടത്തിൽ പോർട്ട്സ്മൂർ ജയിലിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ പോർട്ട്സ്മൂർ ജയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരുപാട് സൗകര്യങ്ങളും അതുപോലെ തന്നെ സർക്കാരുമായി ചർച്ച ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോർട്ട്സ്മൂർ ജയിൽ വെച്ചായിരുന്നു. അദ്ദേഹത്തിന് നല്ല ഒരു സമയമായിരുന്നു ആ ഒരു കാലഘട്ടം. 1988 മുതൽ 1990 വരെയുള്ള കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിലുള്ള ജയിൽ മൂന്നാമത്തതും അവസാനത്തുമായിട്ടുള്ള ജയിലായിരുന്നു ഉണ്ടായിരുന്നത്. വിക്ടർ വെർസ്റ്റർ ജയിലിലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. വിക്ടർ വെർസ്റ്റർ ജയിലിൽ അദ്ദേഹത്തിന് കൂടുതൽ സൗകര്യങ്ങളും അതുപോലെ തന്നെ ഒരു അതിഥിയെ പോലെയായിരുന്നു ആ ഒരു ജയിലോട്ടുണ്ടായിരുന്നത്. ആ ഒരു 88-90 കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു അതിഥിയെ പോലെയായിരുന്നു ആ ഒരു ജയിലിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 1980കളിൽ തന്നെ വർണ്ണവിവേചന ഭരണകൂടത്തിന് നേരെ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവർ ആഗോളം സമ്മർദ്ദം മുറുകിക്കൊണ്ടിട്ടുണ്ടായിരുന്നു. 1990 ഫെബ്രുവരി 2 അന്നത്തെ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള FWD ക്ലർക്ക് ഈ നെൽസൺ മണ്ടേലയെ മോചിപ്പിക്കാനുള്ള പ്രഖ്യാപനം നടത്തിയത്. അന്നത്തെ പാർലമെൻറ്റിൽ നടത്തിയ വിഖ്യാതമായിട്ടുള്ള ഒരു പ്രസംഗമാണ് ഈ ഒരു ജയിൽ മോചിതനാവാനുള്ള കാരണം. അങ്ങനെ 1990 ഫെബ്രുവരി 11 അദ്ദേഹം ജയിൽ മോചിതനായി. അദ്ദേഹം ജയിലിൽ നിന്ന് വരുന്ന സമയത്ത് 2 കൈകളും മേലോട്ട് ഉയർത്തിക്കൊണ്ടാണ് പുഞ്ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ചിത്രം ഇപ്പോഴും വൈറലാണ്. അങ്ങനെ 1993 ഡി ക്ലർക്കിനും അതുപോലെ തന്നെ നെൽസൺ മണ്ടേലയ്ക്കും സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടി. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് പോരാട്ടങ്ങളും 1994 ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്തവർഗ്ഗക്കാരുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 2013 ഡിസംബർ 5 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 95ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ദീർഘകാല ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിക്കൊണ്ട് അദ്ദേഹം 95ാമത്തെ വയസ്സിൽ അന്തരിച്ചു. ജോഹന്നാസ്ബർഗിലെ വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. അപ്പോൾ ഇതൊക്കെയാണ് ചരിത്രവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.